ഗുരുശിഷ്യ കഥകൾ അരവിന്ദൻ എഴുതിയത് 5-ാം പതിപ്പ് പാഠം 6 അത്യപൂർവമായ ഒരു ഗുരുദക്ഷിണ. അമ്പാടിയിൽ നിന്നും മധുരാപുരിയിലെത്തിയ കൃഷ്ണനും ബലരാമനും കംസന്റെ ഗൂഢശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതരായി. ദുഷ്ടനായ കംസനെ നിഗ്രഹിച്ച ശേഷം കാരാഗൃഹത്തിൽ നിന്നും പിതാവായ വസുദേവരെയും കംസപിതാവായ ഉഗ്രസേനനെയും മോചിപ്പിച്ചു. അനന്തരം മധുരയുടെ ഭരണാധികാരം ഉഗ്രസേന മഹാരാജാവിനു തിരിച്ചു നൽകി. ധനുർയാഗത്തിൽ പങ്കെടുക്കാനെത്തിയ നന്ദഗോപരും കൂട്ടരും വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോയി. രാമകൃഷ്ണന്മാരുടെ ഉപനയനം നടത്താൻ കുലഗുരുവായ ഗർഗാചാര്യനെയാണ് വസുദേവൻ ചുമതലപ്പെടുത്തിയത്. ഉപനയനത്തിനു ശേഷം ഗുരുകുല സമ്പ്രദായ പ്രകാരം രാമകൃഷ്ണന്മാരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനായി അവന്തിയിലെ സാന്ദീപനി എന്ന ബ്രാഹ്മണന്റെ ആശ്രമത്തിലേക്ക് അയക്കുകയും ചെയ്തു. വേദവും വേദാംഗങ്ങളും ഉപനിഷത്തുക്കളും രാമകൃഷ്ണന്മാർ ഹൃദിസ്ഥമാക്കി. ഗുരു പഠിപ്പിച്ച ഓരോ ശ്ലോകങ്ങളും വ്യാഖ്യാനിക്കാനും പഠിച്ചുറപ്പിച്ച് ഗുരുവിനെ ബോധ്യപ്പെടുത്താനും ശിഷ്യർക്ക് കഴിഞ്ഞു. ധനുർവിദ്യയിലും അവർ ഗുരുവിനെ വിസ്മയിപ്പിച്ചു. വിശിഷ്ടങ്ങളായ അസ്ത്രങ്ങളും അവ ഉപയോഗിക്കാനും പ്രതിസംഹരിക്കുവാനുമുള്ള മന്ത്രങ്ങളും അവർക്കു സിദ്ധമായി. ധർമ്മശാസ്ത്രങ്ങളും പൂർവമീമാംസയും ഉത്തരമീമാംസയും തർക്കം, സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതീഭാവം, സമാശ്രയം എന്നു പറയുന്ന രാജനീതി എന്നിങ്ങനെ എല്ലാം ഗുരുവിൽ നിന്ന് അഭ്യസിച്ചു. കലകളിലും ശാസ്ത്രവിഷയങ്ങളിലും അദ്വിതീയരായ കൃഷ്ണന്റെയും ബലരാമന്റെയും വിദ്യാഗ്രഹണ സാമർഥ്യം ഗുരുവിനെ അത്ഭുതപ്പെടുത്തി. ദേവന്മാരോ സൂര്യചന്ദ്രന്മാരോ മൂർത്തിഭാവം പൂണ്ട് തന്റെ സവിധത്തിലെത്തിയിരിക്കുകയാണെന്ന് ഗുരുവര്യന് തോന്നി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സകല വിദ്യാവിചക്ഷണരായ ശിഷ്യരെ മടക്കി അയക്കാൻ ഗുരു നിശ്ചയിച്ചു. ഗുരോ, അങ്ങേക്ക് എന്താണ് ഞങ്ങൾ ദക്ഷിണയായി നൽകേണ്ടത്? ഗുരുവിനോട് കൃഷ്ണൻ ചോദിച്ചു. പണ്ട് പ്രഭാസതീർത്ഥത്തിൽ വെച്ച് കാണാതായ തന്റെ ഏകപുത്രനെ കുറിച്ച് ഗുരു ഒരു നിമിഷം ഓർത്തു. ദിവ്യപ്രഭാവന്മാരായ ഇവർക്ക് തന്റെ പുത്രനെ മടക്കിക്കൊണ്ടുവന്നു തരാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കുമെന്ന് കരുതി സാന്ദീപനി തന്റെ ഇംഗിതം ശിഷ്യരെ അറിയിച്ചു. ഗുരുവിന്റെ ആഗ്രഹ നിവൃത്തിക്കായി ശ്രീകൃഷ്ണനും ബലരാമനും പ്രഭാസതീർത്ഥത്തിലേക്ക് പുറപ്പെട്ടു. സമുദ്രതീരത്തെത്തിയ അവരുടെ മുമ്പിൽ വരുണദേവൻ പ്രത്യക്ഷനായി. വരുണൻ ശ്രീകൃഷ്ണനെയും ബലരാമനെയും നമസ്കരിച്ചു. വിനയാന്വിതനായി നിന്ന വരുണദേവനോട് ഗുരുപുത്രനെ മടക്കിയേൽപ്പിക്കണമെന്ന് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഭഗവൻ, എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ്. ഗുരുപുത്രനെ കൊണ്ടുപോയത് ഞാനല്ല. സമുദ്രത്തിന്റെ അഗാധതയിൽ പഞ്ചജനൻ എന്ന ഒരു അസുരൻ വസിക്കുന്നു. ഒരു ശംഖിനുള്ളിലാണ് അവന്റെ വാസം. അവനാണ് ഗുരുപുത്രനെ കൊണ്ടുപോയത്. പഞ്ചജനന്റെ വാസസ്ഥാനവും തേടി രാമനും കൃഷ്ണനും സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് പുറപ്പെട്ടു. ഏറ്റുമുട്ടലിനൊടുവിൽ അസുരൻ കൊല്ലപ്പെട്ടെങ്കിലും ഗുരുപുത്രനെ കണ്ടുകിട്ടിയില്ല. പഞ്ചജനന്റെ ശംഖ് പാഞ്ചജന്യം കൃഷ്ണൻ സ്വന്തമാക്കി. ഗുരുപുത്രനെ തേടിയുള്ള കൃഷ്ണന്റെയും ബലരാമന്റെയും യാത്ര യമരാജന്റെ രാജധാനിയായ സംയമനിയിലാണ് അവസാനിച്ചത്. കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. ആ ശംഖധ്വനിയിൽ യമലോകം കിടിലം കൊണ്ടു. പിതൃപ്തിയായ യമൻ രാമകൃഷ്ണന്മാർക്ക് പ്രത്യക്ഷനായി. ദേവ, അങ്ങേക്ക് ഞാൻ എന്തു സഹായമാണ് ചെയ്യേണ്ടത്? യമൻ ആദരപൂർവം രാമകൃഷ്ണന്മാരെ സ്വീകരിച്ചു. യമരാജൻ, അങ്ങ് ധർമ്മം കാത്ത് ലോകം പരിപാലിക്കുന്ന ധർമ്മരാജനാണ്. അങ്ങയുടെ ദൂതന്മാർ ഞങ്ങളുടെ ഗുരുവിന്റെ പുത്രനെ ഇവിടേക്ക് കൊണ്ടുപോന്നിട്ടുണ്ട്. അവൻ അവന്റെ പ്രാരബ്ധ കർമ്മഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് വിട്ടുതരാൻ മടിയുണ്ടാകരുത്, കൃഷ്ണൻ പറഞ്ഞു. യമൻ ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് അവരെ യാത്രയാക്കി. ആശ്രമത്തിലെത്തിയ രാമകൃഷ്ണന്മാർ ഗുരുപുത്രനെ ദക്ഷിണയായി ഗുരുവിന് സമർപ്പിച്ചു. എന്നേക്കുമായി നഷ്ടപ്പെട്ട പുത്രനെ തിരികെ കിട്ടിയതിൽ ഗുരുവും ഗുരുപത്നിയും ആഹ്ലാദിച്ചു. സാധാരണക്കാർക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യം നിർവഹിച്ചു കൊടുത്ത അമാനുഷ്യരായ ശിഷ്യരെ കിട്ടിയതു തന്നെ മഹാഭാഗ്യമായി ഗുരു കരുതി. അദ്ദേഹം ശിഷ്യരെ ആശീർവദിച്ചു. എല്ലാ യുദ്ധങ്ങളിലും നിങ്ങൾ ഐശ്വര്യപൂർണരായി വിജയിക്കട്ടെ. നിങ്ങളുടെ നാമശ്രവണം തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ.